ഷിനോജ്, ഗസയിലെ സാഹചര്യം അതീവ ഗുരുതരമായി തുടരുന്നു എന്നുള്ളതാണ്. ഒപ്പം തന്നെ പലതരത്തിലുള്ള രാഷ്ട്രീയ ഡെവലപ്മെന്റുകൾ കൂടി സംഭവിക്കുന്നു. ഇന്നിപ്പോൾ പ്രധാനമായുള്ളത് സിറിയയിൽ നിന്നുള്ള ഒരു വ്യോമാക്രമണം, തിരിച്ചുള്ള ആക്രമണം നടത്തിയിരുന്നു. ഒരുപക്ഷെ കൂടുതൽ ശക്തികൾ കൂടി ഈ സംഘർഷത്തിലേക്ക് ഇടപെടുന്നു എന്നതിന്റെ ഒരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഉർദുഗാൻ ഇസ്രായേൽ സന്ദർശനം ഒഴിവാക്കിയെന്നുള്ള വാർത്തകൾ വരുന്നു. എന്ത് പശ്ചാത്തലത്തിലാണ് അദ്ദേഹത്തിന്റെ തീരുമാനം? ജിൻസി, ഫലസ്തീനെ പരസ്യമായി പിന്തുണയ്ക്കുന്ന രാഷ്ട്രങ്ങളുടെ ഒരു ഐക്യം രൂപപ്പെടുന്നതിൻ്റെ ഒരു സൂചനകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഉർദുഗാനും തുർക്കിയും അതേപോലെ തന്നെ ഇറാനും ഒരു ഐക്യാഹ്വാനം ഈ രാജ്യങ്ങൾക്കിടയിൽ ഉണ്ടാകണം എന്ന് നടത്തിയിരിക്കുകയാണ്. നേരത്തെ ഇറാൻ്റെ പരമോന്നത നേതാവ് ആയത്തുള്ള ഖാംനെയി ഒരു പ്രസ്താവന നടത്തിയിരുന്നു. എന്തായാലും അന്തിമ വിജയം സംഭവിക്കാൻ പോകുന്നത് ഫലസ്തീനായിരിക്കും. തീവ്രവാദികൾ എന്ന് ഹമാസിനെ വിളിക്കുന്നവർക്കുള്ള മറുപടിയും ഖാംനെയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. സ്വന്തം വീടും നാടും സംരക്ഷിക്കുന്നവരെ തീവ്രവാദികൾ എന്ന് വിളിക്കാൻ കഴിയില്ല, മറിച്ച് അവരുടെ വീടുകളിലേക്ക് കടന്നു കയറുന്ന ഭരണകൂടങ്ങളാണ് തീവ്രവാദികൾ എന്ന ഒരു ഉറച്ച പ്രസ്താവന ഖാംനെയുടെ ഭാഗത്തു നിന്നുണ്ടായി. അതോടൊപ്പം ഇറാൻ മുസ്ലിം രാജ്യങ്ങൾ ഫലസ്തീനെ സഹായിക്കാനായി പ്രത്യേക ഫണ്ടിന് രൂപം നൽകണം എന്നുള്ളൊരു ആഹ്വാനം നടത്തിയിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് ഉർദുഗാൻ ഇസ്രായേൽ സന്ദർശനം ഒഴിവാക്കുകയും മുസ്ലിം രാജ്യങ്ങൾ ഒന്നിച്ചു നിന്നാൽ ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ കഴിയും എന്നുള്ള ഒരു പ്രസ്താവന നടത്തിയത്. അതോടൊപ്പം തന്നെ ദോഹയിൽ തുർക്കിയുടെയും അതേപോലെ തന്നെ ഖത്തറിൻ്റെയും വിദേശകാര്യ മന്ത്രിമാർ കൂടിക്കാഴ്ച നടത്തുകയാണ്. അവർ പറഞ്ഞത് സ്വതന്ത്ര ഫലസ്തീൻ രൂപീകരിക്കുക എന്നുള്ളത് മാത്രമാണ് ഈ ഒരു പ്രശ്നപരിഹാരം. ഈ സംഘർഷം ഇത്തരത്തിൽ തുടരുകയാണെങ്കിൽ അതൊരു ലോകമഹായുദ്ധത്തിലേക്ക് വഴി തുറക്കും എന്നുള്ള നിലയ്ക്കാണ് തുർക്കി വിദേശകാര്യമന്ത്രി ഈ യോഗത്തിൽ പ്രസ്താവന നടത്തിയിട്ടുള്ളത്. ഇത്തരത്തിൽ പല മേഖലയിൽ നിന്നും ഫലസ്തീനെ സഹായിക്കുന്ന ഒരു ബ്ലോക്ക് രൂപപ്പെടണം എന്നുള്ളൊരു ആഹ്വാനം ഇപ്പോഴുണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പുറത്തു വരുന്ന മറ്റൊരു വാർത്തയാണ് ഹമാസും ഹിസ്ബുള്ള നേതാക്കളും അതേപോലെ തന്നെ ഫലസ്തീനിലെ ഇസ്ലാമിക് ജിഹാദ് നേതാക്കളും ബൈറൂത്തിൽ ഒരുമിച്ചിരിക്കുകയും കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു എന്നുള്ള ഒരു വാർത്തയും പുറത്തു വരുന്നുണ്ട്. ജിൻസി, ഷിനോജ്, ഒപ്പം തന്നെ ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത്, പ്രത്യേകിച്ച് ഈ ഒരു സാഹചര്യത്തിൽ ഹമാസ് ഹിസ്ബുള്ള കൂടിക്കാഴ്ച എങ്ങനെ കാണണം? ഇസ്രായേൽ കൃത്യമായി പോരാട്ടം നടത്തുന്ന രണ്ട് വിഭാഗങ്ങളാണ് ഇപ്പോൾ ഹമാസും അതേപോലെ തന്നെ ഹിസ്ബുള്ളയും. ഗസയിൽ പോരാട്ടം ഹമാസിനോടാണെങ്കിൽ അത് ലബനാനിലേക്ക് വരുമ്പോൾ അത് ഹിസ്ബുള്ളയോടാണ് ഇസ്രായേൽ പോരാട്ടം നടത്തുന്നത്. രണ്ടു കൂട്ടരും നേരത്തെ ഹിസ്ബുള്ള ഒരു ഷിയ വിഭാഗമായിട്ടാണ് കണക്കാക്കിയിരുന്നെങ്കിൽ ഹമാസിനെ ഒരു സുന്നി വിഭാഗമായിട്ടാണ് നേരത്തെ കണക്കാക്കിയിരുന്നത്. ഇപ്പോൾ ഈ രണ്ടു കൂട്ടരും ഒരുമിച്ചിരിക്കുന്നു. ഈ ഒരു പ്രശ്നത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ രണ്ട് വിഭാഗങ്ങളും ഒരുമിച്ചിരിക്കുന്നു. അതേപോലെ തന്നെ ഫലസ്തീനിലെ ഇസ്ലാമിക് ജിഹാദും ഇവരോട് ഒരേ വേദിയിൽ ബൈറൂത്തിൽ ഒരുമിച്ചിരുന്ന കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നു എന്നുള്ളത് ഈ മേഖലയിൽ പ്രതിരോധം കൂടുതൽ ശക്തമാക്കാൻ ഫലസ്തീൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു നീക്കമുണ്ടാകുന്നു എന്നുള്ളതിൻ്റെ സൂചനയായിട്ട് വേണം കണക്കാക്കാൻ. ജിൻസി.